പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയമുള്ളവരെ, അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അങ്ങനെ ജനം ദൂരത്തു നിന്നു, മോശയോ ദൈവം ഇരുന്ന ഇരുളിനടുത്ത് ചെന്നു. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് കളിമണ്ണ് കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതു സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നു. ജനം ദൂരത്തു നിന്നു. പഴയ നിയമകാലത്ത് അടുത്തേക്ക് ചെല്ലുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ പുതിയ നിയമകാലത്ത് വേർപാടിൻ്റെ നടിച്ചുവരിടിച്ച് അതിധൈര്യത്തോടെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകി തന്നു. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. ഇവിടെ ജനം ദൂരത്ത് നിന്നു, മോശ അടുത്ത് ചെന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിധൈര്യത്തോടെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏത് നേരത്തും സമയഭേദമന്യേ എപ്പോഴും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ അവിടുന്ന് നമുക്ക് അവസരങ്ങളെ ഒരുക്കി. ഈ അവസരങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. എന്നിട്ട് മോശയോട് പറയാണ്, ഇസ്രായേൽ മക്കളോട് പറയണം, നിങ്ങൾ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ദേവന്മാരെ ഉണ്ടാക്കും. ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരിക്കുക, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യാതൊന്നിൻ്റെയും പ്രതിമയെ നിങ്ങൾ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് വിഗ്രഹാരാധന. അതുകൊണ്ട് വിഗ്രഹങ്ങളെ വിട്ടോടുക, ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ ദൈവം തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും നിന്റെ അടുക്കൽ വന്ന് ദൈവത്തെ ഓർക്കുന്ന, ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഏതൊരു വ്യക്തിയുടെയും അടുത്ത് കർത്താവ് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഇറങ്ങി വരാം, ഞാൻ അവരുടെ നടുവിൽ വരാം എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഈ സമയത്തും, നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും, നിങ്ങൾ ഏത് ടൈം സോണുകളിൽ ഇരുന്നാലും, വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഏത് സമയത്തും നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, അപ്പാ പിതാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു ദൈവം, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പം നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. 2 പേര് കൂടുന്നവരുടെ നടുവിൽ കർത്താവുണ്ട്. അതുകൊണ്ട് നീ ദൂരത്ത് നിൽക്കുവാനല്ല, അപ്പൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ. പലപ്പോഴും നമ്മൾ
കർത്താവേ, ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഞാനൊരാശയം നിങ്ങളുടെ മുൻപിൽ വെക്കാം. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. അതിധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കയറി ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് അറിയിക്കുവാൻ അവസരങ്ങളുണ്ട്, നമുക്ക് വകയുണ്ട്. 19-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് സംസാരിച്ചു, അവനോട് കൽപ്പിച്ചു, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ. അപ്പോൾ ഈ ദൈവവചനം നമ്മളോട് പറയുകയും നമ്മളോട് അറിയിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുവാനാണ്, ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുവാനാണ്. ഒരിക്കൽ ചുങ്കക്കാരനായ പാപിയായ മനുഷ്യൻ ദൂരത്ത് നിന്ന് ദൈവമേ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, എനിക്കൊരു യോഗ്യതയുമില്ല, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല, ഞാൻ യോഗ്യനല്ല. എന്നാൽ പരീശനങ്ങനല്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ കിട്ടുന്നതിനകത്തെല്ലാം ദശാംശവും പതാരവും ഒക്കെ കൊടുക്കുന്നവനാ. എന്നാൽ പാപിയായ ആ മനുഷ്യൻ പറയുകയാണ്, ദൈവമേ, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യനല്ല. അവൻ വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോയി. അപ്പം നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിച്ച് കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്നവർക്ക് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അതിധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ അവിടുന്ന് നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. മോശ അടുത്തു ചെന്നു. ഇവിടെ 19-ാം അധ്യായത്തിൽ പറയുന്നു, മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയേണ്ടുന്നത്, ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടുന്നത് എന്തെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ഇപ്പം മിസ്രയീമിന്റെ അടിമത്തത്തിന്റെ നടുവിൽ നിന്ന് അവരെ വിടുവിച്ച് കഴുകൻ തന്റെ കുഞ്ഞിനെ അനക്കി പറക്കുവാൻ ശീലിപ്പിച്ചതുപോലെ മരുഭൂമിയിൽ അവരെ നടത്തിയ വിധങ്ങൾ അവർ കണ്ടു. അവരെ നടത്തിയ വിധങ്ങൾ ഓർത്തു നോക്കിയാൽ അത്ഭുതകരമെന്ന് പറയട്ടെ. കാടപ്പക്ഷിയും മന്നായും കൊണ്ട് അവരെ പോഷിപ്പിച്ച് അവർക്ക് ഒന്നിനും കുറവില്ലാതെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അവരെ വഴി നടത്തിയ ഒരു ദൈവം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയും അനുസരിക്കുകയും അവന്റെ നിയമത്തെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ചും പ്രത്യേക സമ്പത്തായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ സമ്പത്താണ്, ദൈവത്തിന്റെ മക്കളാണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ പ്രിയനായ ഇവനിൽ തിരഞ്ഞെടുത്തു. നിന്റെ വിളിയും തിരഞ്ഞെടുപ്പ് നീ മറന്നുപോകരുത്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നിന്നെ വഴിയിലിട്ടു പോകുന്നവനല്ല, വഴിയിൽ അലഞ്ഞു നടക്കുവാനല്ല നിന്നെ അവൻ വിളിച്ചത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. അന്ത്യത്തോളം നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവം, അന്ത്യത്തോളം നിന്നെ നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തൻ. അതുകൊണ്ട് എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. അപ്പൊ ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
ദൈവവചനം ജീവനും ശക്തിയുമുള്ളതാ. ദൈവത്തിന്റെ വചനം ജീവനുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാ. ഏതെങ്കിലും മേഖലകളിൽ ജീവനില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം ഉരുവിട്ട് കഴിഞ്ഞാൽ നിനക്ക് ജീവൻ പ്രാപിക്കുവാനിടയായി. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കട്ടെന്നാണ് പാട്ടുകാരൻ പാടുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ സകല ജാതികളിലും വെച്ച് നിങ്ങളൊരു പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. ഭൂമിയൊക്കെയും നമ്മുടെ കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് കർത്താവിനെ അനുസരിച്ച് നടക്കുവാൻ, കർത്താവിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുവാൻ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഭൂമിയൊക്കെയും കർത്താവിൻ്റെതാ. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. കർത്താവ് വിശ്വസ്തനാ. നിന്നെ എല്ലാ നിലകളിലും നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ നടത്തുവാൻ. നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാ മതി. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ, അവ ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ നീ അവന് പ്രത്യേക സമ്പത്തായിരിക്കും. നിന്നെ ഉലകത്തിൽ ഒരു വ്യക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിൻ്റെ പരിപാലനം നമുക്കുണ്ടാവും. നീ കേട്ടനുസരിച്ചാൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. എത്ര വലിയ വാഗ്ദത്വവും അനുഗ്രഹവുമാണ് അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്നത്. നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. സ്തോത്രം. പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ഒരൊറ്റ വ്യക്തിക്ക് പോലും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. നീ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുക. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. നിന്നെ ഞെരുക്കുന്നവരെയോ നിന്നെ പകയ്ക്കുന്നവരെയോ ദൈവം ഞെരുക്കുകയും പകയ്ക്കുകയും ചെയ്യും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമായി എൻ്റെ ദൈവം. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, മറ്റാരെയുമല്ല. വിഗ്രഹങ്ങളെയോ വെള്ളിയോ പൊന്നുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ അല്ല. ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. കർത്താവിനെ സേവിക്കാൻ യോശുവ ഒരിക്കൽ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിക്കാം. സേവിക്കുന്നെങ്കിൽ പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സേവിക്കാം. നീ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ വെള്ളത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്റെ ഭക്ഷണപാനീയങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇത്ര വലിയ വാഗ്ദത്തം അവിടുന്ന് നമുക്ക് ചെയ്തിരിക്കുന്നത്. നിന്റെ വെള്ളത്തെയും അപ്പത്തെയും ഞാൻ അനുഗ്രഹിക്കും. നീ അടുത്ത് ചെന്നാൽ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുന്ന ഒരു ദൈവം. വെള്ളത്തെ അനുഗ്രഹിക്കും, അപ്പത്തെ അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല. അതിലുപരിയായി എത്ര വലിയൊരു വാഗ്ദത്തം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ആയുഷ്കാലത്തെ ഞാൻ പൂർത്തീകരിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് വെച്ച് നിന്റെ ആയുഷ്കാലം മുറിഞ്ഞു പോകത്തില്ല. ഈ സമയത്ത് ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്നോടാണ് പറയുന്നത്. നീ ഭയത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, നിന്റെ ആയുഷ്കാലം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുമെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ നിന്നോട് സംസാരിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി ചെന്നാൽ, ദൂരത്ത് നിൽക്കാതെ ദൈവത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ
നിന്റെ ആയുഷ്കാലത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം, നിന്റെ വെള്ളത്തെയും അപ്പത്തെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പം നിന്റെ ആയുഷ്കാലം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകത്തില്ല. നീ ദൈവസന്നിധിയിൽ നേരോടെ നിന്നാൽ, ദൈവത്തെ സേവിച്ചാൽ നിന്റെ ആയുഷ്കാലത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം. നീ നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ കണ്ട് സന്തോഷത്തോടെ ആയിരിക്കുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിലകളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൂരത്ത് നിൽക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക. ദൈവകൃപ പ്രാപിച്ച് അവൻ്റെ രക്തത്തിലും വചനത്തിലും ആശ്രയിച്ച് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അതിധൈര്യത്തോടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലാം. എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.